വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? നമ്മൾ അഡീഷൻ കണ്ടിരുന്നു, സബ്ട്രാക്ഷൻ കണ്ടിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് കണ്ടിരുന്നു. ഇനി കാണാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് 1 to 1000. അപ്പോൾ നമ്പേഴ്സ് എന്താണെന്ന് അറിയാം. നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്സ് ടു കൗണ്ട് തിങ്സ്. അതിനാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഹെൽപ്സ് ടു കൗണ്ട് തിങ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ആപ്പിൾ, 2 books, 3 pencils. എന്താണ്? 3 pencils. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ വന്നിട്ട്. 1 ആപ്പിൾ, 2 books, 3 pencils. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് നമ്പേഴ്സ് എന്താണ്? 1 to 9. 1 to 9 ഉള്ള നമ്പേഴ്സ് നമ്മൾ നോക്കാം. 1 to 9. അപ്പോൾ എങ്ങനെ ഇതാ 1 2 ഇത് ഫിഗേഴ്സ് ഇത് വേർഡ്സിൽ 3 4 5 6 7 8 9. അപ്പം ഇതെന്ന് പറയുന്നത് യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് ആണ്. നമ്മൾ 1 ഡിജിറ്റ് നമ്പറാണ്. ഇതൊക്കെ 1 ഡിജിറ്റ് നമ്പർ അല്ലേ? ഇതൊക്കെ 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അത് യൂണിറ്റ്സ് ആണ്. ഇതാണ് യൂണിറ്റ്സ് ആണ്. നമ്പേഴ്സ് അടുത്തത് ഇത് ഒന്നാമത്തെയാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ നമ്പേഴ്സ് 10 to 99. ഇതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് 2 പാർട്സ് ആണ്. യൂണിറ്റ്സ് ഉണ്ട്, ടെൻസ് ഉണ്ട്. 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ. 10 to 99 കാരണം ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, യൂണിറ്റ്സും ടെൻസും. അപ്പോൾ 10 11 12 13 14 up to 99. 99 എങ്ങനെ ഇതാ 99. ഞാനിവിടെ എഴുതുന്നില്ല, ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഞാനിവിടെ എഴുതുന്നില്ല. അപ് ടു 99 വരെ നിങ്ങൾ. അപ്പോൾ ഇതാണ് എന്താ പറയുക, അപ് ടു 99 വരെ എഴുതി. അതാണ് 10 to 99 എന്ന് പറയുന്നത്. അതാണ് എന്താണ് 2 ഡിജിറ്റ് നമ്പർ. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, യൂണിറ്റ്സും ടെൻസും. മൂന്നാമത്തെ വന്നിട്ട് നമ്പേഴ്സ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് 10 to 99 ആണ്. അപ്പോൾ ഇത് 100 to 999. ഇതാണ് മൂന്നാമത്തേത് വന്നത്. അപ്പോൾ അത് 3 ഡിജിറ്റ് നമ്പറാണ്. 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 പാർട്സാണ്. 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. യൂണിറ്റ്സ്, ടെൻസ്, ഹൺഡ്രഡ്സ്. ഇങ്ങനെയാണ് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് 3 ഡിജിറ്റ് നമ്പർ കേട്ടോ. ഇതാണ് 3 ഡിജിറ്റ് നമ്പർ. 100 101. അത് 101 എന്ന് പറയുമ്പം നമ്മൾ ഇത് 100. ഇത് 101. ഇത് 102. അപ് ടു എന്താണ്? അപ് ടു 999. 999. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്ത കാരണം കേട്ടോ ഞാൻ ഫുള്ളായിട്ട് ഫിൽ ചെയ്യാത്തത്. അപ് ടു 999. ഇതാണ് ഹൺഡ്രഡ്സിൽ വരുന്നത്. നാലാമത്തെയാണ് നമ്പേഴ്സ് തൗസൻഡ്സിൽ വരുന്നത്. അപ്പം തൗസൻഡ്സ്. ഇതാണ് തൗസൻഡ്സിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാ ഫിഗർ എഴുതി വേർഡ്സിൽ 1000. എന്താണ് 1000.
1000 1000 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 456 എങ്ങനെയാണ്? നമുക്ക് 3 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. 1 2 3 പിന്നെ 3 പാർട്സാക്കി ഡിവൈഡ് ചെയ്തു. ഇത് യൂണിറ്റ്സ്, ഇത് ടെൻസ്, ഇത് ഹൺഡ്രഡ്സ്. അപ്പം എങ്ങനെ എഴുതുക? 456 എന്താണ്? 56 456. ഇതിനിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് 3 ഡിജിറ്റ് നമ്പറാണ്. ഇനി 2 ഡിജിറ്റ് നമ്പർ. 2 ഡിജിറ്റ് നമ്പറിൻ്റെ 24 എക്സാമ്പിൾ എടുക്കാം. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, യൂണിറ്റ്സും ടെൻസും. അപ്പോൾ എന്താ പറയുക? 24 ഇതാണ് 24. കാരണം ടെൻസ് കാരനാണ് നമ്മൾ 24. ടെൻസിൽ 2 എടുക്കുന്നു, യൂണിറ്റ്സിൽ 4. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. 2 ഡിജിറ്റിൻ്റെ 14. അപ്പോൾ എങ്ങനെ ഇതാ? 14 എന്താണ്? 14. എക്സാമ്പിൾ വേറെ. റൈറ്റ് ദ നമ്പർ ഇൻ വേർഡ്സ്. 400 ഡിഗ്രി. എങ്ങനെ ഇതാ? 450 456. ഇനി അടുത്തത് 32. എങ്ങനെ എഴുതാ? വേർഡ്സിൽ എഴുതുമ്പം 32. ഇത് ഫിഗേഴ്സാണ്, ഇത് വേർഡ്സാണ്. 32. ഇനി അടുത്ത എക്സാമ്പിൾ. Write the number. 250. എങ്ങനെ ഇതാ? നമ്പർ എഴുതുമ്പോൾ 250. 10. എങ്ങനെ ഇതാ? 10. ഇതാണ് റൈറ്റ് ദ നമ്പർ. സോറി 10. കാരണം ഇത് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്പറാണ്. ഫിൽ ദ മിക്സിംഗ് നമ്പർ. ഫിൽ ദ മിസ്സിംഗ് നമ്പർ. എങ്ങനെ ഇതാ? 200 കഴിഞ്ഞിട്ടുള്ള നമ്പർ 201, പിന്നെ 202, പിന്നെ 203. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് വേറൊരു മിസ്സിംഗ് വേർഡ്. 8 കൊടുക്കും. ഇതെങ്ങനെയൊക്കെ ചെയ്യുക? 40 കഴിഞ്ഞിട്ടുള്ള നമ്പർ 50, 50 കഴിഞ്ഞിട്ടുള്ള നമ്പർ 60, 60 കഴിഞ്ഞിട്ടുള്ള നമ്പർ 70, then 80. And which number is bigger? 345 or 354? ഇതിൽ ഏതാ ബിഗ്ഗർ? 354 അല്ലേ? സ്മോളസ്റ്റ് ഏതാ? 345. സ്മോളസ്റ്റ് ആണ് 345. Example, which number is
സ്മോളർ. സ്മോളർ. ഏതാണ് സ്മോളർ? 45 or 64? Which number is smaller? 45 or 64? 45. Bigger? 64. 64 bigger. 45 smaller. Okay. Which number comes after? 299. ഈ നമ്പർ കഴിഞ്ഞിട്ടുള്ള നമ്പർ ഏതാണ്? വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ? അതായത് 299 കഴിഞ്ഞിട്ട് ഏത് നമ്പറാണ് വരുന്നതെന്ന് പറയാം. അപ്പോൾ 300. എന്താണ് 300? വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 299? എന്താണ് ഉത്തരം? 300. വിച്ച് നമ്പർ കംസ് ബിഫോർ 600? വിച്ച് നമ്പർ കംസ് ബിഫോർ 600? ഏതാണ് 600 മുന്നേ വരുന്നത്? 599. ഇതാണ് 599. വിച്ച് നമ്പർ കംസ് ബിഫോർ 14? 14 മുന്നുള്ള നമ്പർ ഏതാ വരാം? 13 കഴിഞ്ഞിട്ടാണ് 14 വരുന്നത് അല്ലേ? അപ്പോൾ വിച്ച് നമ്പർ കംസ് ബിഫോർ 14? 13. വിച്ച് നമ്പർ കംസ് ബിഫോർ 10? എന്താണ്? 9. വിച്ച് നമ്പർ കംസ് ബിഫോർ 10? 9. എന്താണ്? 9.